Assalamu Alaikum. Hello dear students. So in the last class we have discussed about electrolysis and electrolysis of molten sodium chloride. Okay, electrolysis in molten sodium chloride inde electrolysis ne kurichana nammal kazhinja class il discuss cheythathu alle. So എന്തായിരുന്നു മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യത്തില്ല, അത് ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യിപ്പിക്കില്ല. അത് എങ്ങനെയായിരിക്കും അത് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിപ്പിക്കുന്നത്? അതിൻ്റെ മോൾട്ടൺ സ്റ്റേറ്റിലാണത്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആയിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിലാണ് അത് ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, പിന്നീട് അവിടെ നടക്കുന്ന ആ റിയാക്ഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പം പോസിറ്റീവ് ഇലക്ട്രോഡിൽ സോഡിയം എന്തായിട്ട് മാറുന്നു? സോഡിയം NaCl എന്ന് പറയുന്നത് Na+ഉം Cl- ആയിട്ട് മാറുന്നു. അപ്പോൾ Na+ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, Na+ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വരുന്നത്? ഇറ്റ് ഈസ് ഇൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ, ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. ആൻഡ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം 281 ആൻഡ് ഇറ്റ് ലോസസ് 1 ഇലക്ട്രോൺ അല്ലേ. എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ബിക്കം സോഡിയം പ്ലസ് Na+. ആൻഡ് ക്ലോറിൻ ഈസ് ഇൻ ദ 17th ഗ്രൂപ്പ് ആൻഡ് എന്താണ് 287 ആണ്. അപ്പോൾ ഉള്ള ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? അത് ഒരു ഇലക്ട്രോണിനെ അത് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ബിക്കം ക്ലോറിൻ മൈനസ്. ഓക്കെ, അപ്പം എന്തായിരിക്കും? അപ്പം വിച്ച് അയോൺ ഈസ് അട്രാക്റ്റഡ് ടു ദ പോസിറ്റീവ് ഇലക്ട്രോഡ്? പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ഏതായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ ക്ലോറിൻ മൈനസ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. അപ്പം Na+ എങ്ങോട്ട് അട്രാക്ട് ചെയ്യും? Na+ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പം ആനോഡിൽ എന്താണ്, കാഥോഡിൽ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. കാഥോഡിൽ ഏതാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? കാഥോഡിൽ സോഡിയമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. കാഥോഡിൽ ഏത് മെറ്റലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഇൻ കാഥോഡ് സോഡിയം അല്ലേ. കാഥോഡിൽ സോഡിയം മെറ്റലാണ് എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൻ്റെ പഠിച്ചു. ഇനി നമ്മൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെതാണ്, ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ്? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷൻ ഓർ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അതെങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എന്താ ഇലക്ട്രോളിസിസ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാണ് അല്ലേ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നടക്കുന്ന ആ ഒരു കെമിക്കൽ ചേഞ്ച്. ഓക്കെ, ദെൻ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. സോഡിയം ക്ലോറൈഡ് നമ്മൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ എങ്ങനെയാണ് ഇലക്ട്രോളിസിസ് എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഓക്കെ, സോ അയോൺസ് ലൈക്ക് Na+, Cl-. ഇപ്പോൾ ഏതൊക്കെ അയോൺസ് ആണ് സോഡിയം NaCl ഉള്ളത്? Na+, ദെൻ Cl-. Na+ എന്ന് പറഞ്ഞാൽ അറിയാം, സോഡിയം അയോൺ, ക്ലോറിൻ അയോൺ, H3O. H3O എന്ന് പറഞ്ഞാൽ എന്താണ്? H3O എന്ന് പറഞ്ഞാൽ ഹൈഡ്രോണിയം ആണ് കേട്ടോ. H3O എന്ന് പറഞ്ഞാൽ ഹൈഡ്രോണിയം. ദെൻ OH- ഹൈഡ്രോക്സിൽ എന്നൊക്കെ പറയും. OH- ഹൈഡ്രോക്സിൽ അയോൺ. ദെൻ H2O എല്ലാവർക്കും അറിയാം എന്താണ്? വാട്ടർ. So which are the ions present in sodium chloride solution? Sodium chloride solutionനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന അയോൺസ് ഏതൊക്കെയാണ്? സോഡിയം അയോൺ, Na+, Cl-, H3O ഹൈഡ്രോണിയം, OH- ഹൈഡ്രോക്സിൽ അയോൺ, വാട്ടർ. ഇത്രയുമാണ് എന്തിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ ഉള്ളത്. ഓക്കെ, സോ അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ ഇലക്ട്രോളിസിസ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന് എന്താണ്? വാട്ട് ഹാപ്പൻസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ വൈൽ വി ടേക്ക് ഇലക്ട്രോളിസിസ്. ഓക്കെ, സോ എന്താണ്? സോഡിയം അയോൺസ് ആൻഡ് ഹൈഡ്രോണിയം അയോൺസ് ആർ അട്രാക്റ്റഡ് ടു കാഥോഡ്. അപ്പോൾ സോഡിയം അയോൺസും ഹൈഡ്രോണിയം അയോൺസും ആണ് എങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്? സോഡിയം അയോൺസും ഹൈഡ്രോണിയം അയോൺസും എങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നു? കാഥോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. പോസിറ്റീവ് ചാർജാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? കാഥോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ആസ് H2 ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ്. ഇവിടെ വാട്ടറിന് എന്ത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്? അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. ഏതിനാണ്? വാട്ടറിന് എന്താണ്? റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? കമ്പയർഡ് ടു ദീസ് അയോൺ ഹൈഡ്രജൻ ഈസ് ലിബറേറ്റഡ് ഇൻ ദ കാഥോഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ആണ് എന്ത് ചെയ്യുന്നത്? കാഥോഡിൽ ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാഥോഡിൽ ഏതാണ് ലിബറേറ്റ് ചെയ്യുന്നത്? ഹൈഡ്രജൻ. കാഥോഡിൽ എന്ത് ലിബറേറ്റ് ചെയ്യുന്നു? ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നു അല്ലേ. സോ ഏതൊക്കെ അയോൺസ് ആണ് കാഥോഡിലേക്ക് പോകുന്നത്? സോഡിയം അയോണും
ഹൈഡ്രോണിയം അയോണും. ഇവിടെ വാട്ടറിന് എന്ത് കൂടുതലാണ്? ഒരു റെഡ്യൂസ് ചെയ്യാൻ ഇറ്റ് ഹാസ് ഗ്രേറ്റർ ടെൻഡൻസി ടു റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഏതിനാണ് കൂടുതൽ? വാട്ടറിനാണ് കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു? എവിടെ കാഥോഡിൽ എന്താണ് ഫോം ചെയ്യുന്നത്? കാഥോഡിൽ ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. ഓക്കെ, സോ സോഡിയം അയോൺസ് ആൻഡ് ഹൈഡ്രോണിയം അയോൺസ്. അപ്പോൾ ഹൈഡ്രോണിയത്തിൻ്റെ ചാർജ് എന്താണ്? H3O പ്ലസ് ആണ് കേട്ടോ, പ്ലസ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലസ് ആയതുകൊണ്ട് തന്നെ അത് എങ്ങോട്ട് പോകാനുള്ള ചാൻസ് ആണ്? കാഥോഡിലേക്ക്. കാഥോഡ് എന്ന് പറയുന്നത് എന്താണ്? കാഥോഡ് ഈസ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ് അല്ലേ? കാഥോഡ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ഇലക്ട്രോഡാണ്. സോ ഹിയർ ദ സോഡിയം പ്ലസും അതുപോലെ തന്നെ ഹൈഡ്രോണിയത്തിൻ്റെ ചാർജ് എന്താണ്? പ്ലസ്. അപ്പോൾ പ്ലസ് ആയിട്ടുള്ളവ എങ്ങോട്ട് പോകുന്നു? അത് ഇറ്റ് ഗോസ് ടു ദ കാഥോഡ്. കാഥോഡിലേക്ക് പോകുന്നു. ആൻഡ് ദ വാട്ടർ ഹാസ് ഹൈ ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ്. വാട്ടറിന് എന്ത് കൂടുതലാണ്? റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കാഥോഡിൽ എന്ത് ഫോം ചെയ്യുന്നു? ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. ഓക്കെ, സോ നമുക്കപ്പോൾ ആനോഡിലേക്ക് പോകുന്ന ഏതൊക്കെ ആയിരിക്കും? സോ ഇറ്റ് ക്ലോറിൻ മൈനസ് ആൻഡ് OH മൈനസ് അയോൺസ് ഗോസ് ടു ആനോഡ് ബിക്കോസ് ഇറ്റ് ഈസ് നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് അയോൺസ് ആയതുകൊണ്ട് തന്നെ അത് എങ്ങോട്ട് പോകുന്നു? അത് ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്നു. ക്ലോറിൻ മൈനസ് Cl മൈനസ് ions and OH minus hydroxyl ions are attracted to anode. ആനോഡിലേക്ക് മൈനസ് ആയതുകൊണ്ട് എങ്ങോട്ട് പോകും? ആനോഡിലേക്ക് പോകുന്നു. When compared to these ions and water, the tendency to get oxidized is greater for chloride ions. ഇവിടെ ഏതിനാണ് കൂടുതൽ? വാട്ടറിനെയും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതിനാണ് റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ? ക്ലോറിന്. ക്ലോറിനാണ് എന്ത് ടെൻഡൻസി കൂടുതൽ? റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ. സോ ഹെൻസ് ക്ലോറിൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് അറ്റ് ആനോഡ്. അതുകൊണ്ട് തന്നെ ആനോഡിൽ എന്താണ് ഫോം ചെയ്യുന്നത്? ഇൻ ആനോഡ് ക്ലോറിൻ ഗ്യാസ്. സോ ക്ലോറിൻ ഗ്യാസ് ഈസ് ഫോംഡ് അറ്റ് ആനോഡ്. മറ്റിടത്ത് എന്താണ്? ഹൈഡ്രജൻ. കാഥോഡ് ഏതാണ്? കാഥോഡിൽ ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. എന്താണ്? ആനോഡിൽ ക്ലോറിൻ ഫോം ചെയ്യുന്നു. ഓക്കെ, സോ ഹിയർ ദ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. First of all, here in sodium chloride solution, which are the ions present? Na plus, Cl minus, hydronium ion, OH minus, H2O. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്? സോഡിയം ക്ലോറൈഡിൽ. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു? ദ സോഡിയം പ്ലസ് ആൻഡ് H3O പ്ലസ്. ദാറ്റ് മീൻസ് sodium ions and hydronium ions, it is plus, so it goes to the negative electrode, that is the cathode. കാഥോഡിലേക്ക് പോകുന്നു. ആൻഡ് വാട്ടർ ഹാസ് ദ ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് ഫോംഡ് അറ്റ് കാഥോഡ്. ഓക്കെ, ആൻഡ് ഹിയർ ദ ക്ലോറിൻ മൈനസ് ആൻഡ് OH മൈനസ് ഈസ് നെഗറ്റീവ് അയോൺ, സോ ഇറ്റ് ഗോസ് ടു ദ ആനോഡ് അല്ലേ? നെഗറ്റീവ് ആയതുകൊണ്ട് അത് എങ്ങോട്ട് പോകുന്നു? ആനോഡിലേക്ക് പോകുന്നു. ആൻഡ് which one has greater tendency to reduce there? The chlorine ions have greater tendency to reduce, and the chlorine gas is formed at where? The chlorine gas is formed at anode. Chlorine gas evade form cheyunu? Anode il form cheyunu. This is the electrolysis of sodium chloride solution, and we can also write the equation that takes place at anode and cathode. ഓക്കെ, അപ്പോൾ ആനോഡിൽ എന്താണ് നടക്കുന്നത്, കാഥോഡിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ഇക്വേഷൻസ് നമുക്കറിയാം. ആനോഡിൽ ഏത് ഗ്യാസ് ഫോം ചെയ്യുന്നു? ഇൻ ദ ആനോഡ് ദെയർ ഫോംസ് ദ ക്ലോറിൻ ഗ്യാസ്. ക്ലോറിൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? 2 ക്ലോറിൻ മൈനസ്, ഇത് ബാലൻസ്ഡ് ആണ്. 2 ക്ലോറിൻ മൈനസ് എന്ത് ചെയ്യുന്നു? Cl2 പ്ലസ് 2 ഇലക്ട്രോൺ. അപ്പോൾ നമുക്കറിയാം ആരോയുടെ ഇപ്പഴാണ് കിടക്കുന്നത്. സോ ആനോഡിൽ എന്താണ് ചെയ്യുന്നത്? ഓക്സിഡേഷൻ അല്ലേ? ഓക്സിഡേഷൻ റിയാക്ഷൻ ഒക്വേഴ്സ് ആൻഡ് ദ ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ക്ലോറിൻ എന്താണ്? ലോസസ് ഇലക്ട്രോൺസ്. ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുന്നു. ആൻഡ് ഇൻ ദ കാഥോഡ് വിച്ച് ഗ്യാസ് ഇസ് ഫോംഡ്? ക്ലോറിൻ ഗ്യാസ് ഇസ് ഫോംഡ്. സോ എവിടെ ഇനി നമുക്ക് എഴുതാനുള്ളത് എന്താണ്? കാഥോഡിൽ വാട്ട് ഈസ് ദ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ദ കാഥോഡ്? കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? H2O. വാട്ടർ എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഹിയർ ദ H2O എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നു. അപ്പം H2 നമുക്കറിയാം ആനോഡിൽ എന്താണ് ഫോം ചെയ്യുന്നത്? കാഥോഡിൽ എന്താണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇൻ കാഥോഡ് ഹൈഡ്രജൻ ഗ്യാസ് ഇസ് ഫോംഡ്. ഹൈഡ്രജൻ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ H2 പ്ലസ് 2OH മൈനസ്. ഇത് ബാലൻസ്ഡ് ആണ്. അപ്പം ഇങ്ങനെ വരും. ഓക്കെ, സോ ഇൻ ആനോഡിൽ ഏത് റിയാക്ഷനാണ് നടക്കുന്നത്? ആനോഡിൽ റിയാക്ഷൻ ഈ ഒരു റിയാക്ഷനാണ് നടക്കുന്നത്. ആൻഡ് ക്ലോറിൻ ഗ്യാസ് ഇസ് ഫോംഡ്. എന്താണ് ഫോം ചെയ്യുന്നത്? ക്ലോറിൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. ക്ലോറിൻ ഗ്യാസ് ഇസ് ഫോംഡ് അറ്റ്
ആനോഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് ഫോംഡ് അറ്റ് കാഥോഡ്. എന്താണ് ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. ഏത് ഗ്യാസാണ് ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ reaction that takes place at anode and cathode. In anode, which one is formed? In anode എന്ത് ഫോം ചെയ്യുന്നു? ആനോഡിൽ എന്താണ് ഫോം ചെയ്യുന്നത്? ക്ലോറിൻ ഗ്യാസും കാഥോഡിൽ ഹൈഡ്രജനും ഫോം ചെയ്യുന്നു. സോ ദ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ്. എന്തൊക്കെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് പഠിച്ചു, അപ്പോൾ എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി കാണുമല്ലോ. ഇറ്റ് ഹാവ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓൾസോ. സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിൻ്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. മെറ്റൽസിൻ്റെ പ്രൊഡക്ഷന് നമ്മൾ ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യാറുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് വി യൂസ്ഡ് ഇലക്ട്രോളിസിസ്. So metals like potassium, calcium, sodium and aluminum are produced by the electrolysis of their compounds. അതായത് മെറ്റൽസിലായിട്ടുള്ള പൊട്ടാസ്യം, പിന്നെ ഏതൊക്കെയാണ്? പൊട്ടാസ്യം, ദെൻ കാൽസ്യം, സോഡിയം, അലൂമിനിയം ഒക്കെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോളിസിസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസിൻ്റെ പ്രൊഡക്ഷന് നമ്മൾ വി യൂസസ് ഇലക്ട്രോളിസിസ്. ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ് വി യൂസസ് ദ ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യാറുണ്ട്. സോ അതായത് നോൺ മെറ്റൽസിലായിട്ടുള്ള ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, അതൊക്കെ എന്താണ്? നോൺ മെറ്റൽസ് ആണ്. ഈ നോൺ മെറ്റൽസ് ഈ മെത്തേഡിലൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിന് യൂസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസിനും യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് യു ജസ്റ്റ് ലുക്ക് ഇറ്റ്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ്. അപ്പം മെറ്റൽസിൻ്റെന് യൂസ് ചെയ്യുന്നുണ്ട്, നോൺ മെറ്റൽസിൻ്റെന് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ടുകളുടെയിലും നമ്മൾ ഈ ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇലക്ട്രോളിസിസ് ക്യാൻ ബി എംപ്ലോയിഡ് ടു പ്രൊഡ്യൂസ് കോമ്പൗണ്ട്സ് ലൈക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെയും, NaOH എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, KOH മീൻസ് potassium hydroxide. So in the case of the production of sodium hydroxide and potassium hydroxide like compounds, we uses the electrolysis, the method of electrolysis. Sodium hydroxide ine potassium hydroxide inde ka എന്തിനാണ് പ്രൊഡക്ഷന് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നോൺ മെറ്റൽസിന് കോമ്പൗണ്ട്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നമ്മൾ ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ദ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിൻ്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റീസ് ആണ് അതൊക്കെ. ഓക്കെ, ദെൻ ഇലക്ട്രോപ്ലേറ്റിംഗ്. ദ ലാസ്റ്റ് സെക്ഷൻ എന്താണ്? ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. സോ വി ക്യാൻ ചെക്ക് വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ്. നമ്മൾക്കറിയാം, നമ്മൾ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. അവിടെ എന്ത് ചെയ്യാണ്? നമ്മളവിടെ ഗോൾഡിനെ അവിടെ പ്ലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാതെ ഗോൾഡ് ആണോ? അത് പ്യുവർ ഗോൾഡ് ആണോ? അല്ല, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗോൾഡിനെ പ്ലേറ്റ് ചെയ്യുന്നു. സോ ആ ഒരു പ്രോസസ്സാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഇപ്പം നമ്മൾ ഗോൾഡിൻ്റെ കാര്യം പറയാം, 1 ഗ്രാം ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഗോൾഡിനെ പ്ലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇലക്ട്രോപ്ലേറ്റിംഗ്. ആ ഒരു മെത്തേഡാണെന്ന് പറയുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് എ കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ യൂസിങ് ഇലക്ട്രോളിസിസ് നോൺ ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റീനെ ഉപയോഗിച്ചിട്ട് ഒരു മെറ്റലിൻ്റെ പുറത്ത് വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഈ 1 ഗ്രാം ഇതിൻ്റെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ കോപ്പറൊക്കെ നമ്മൾ പ്ലേറ്റ് ചെയ്യാറുണ്ട്, സിൽവർ പ്ലേറ്റ് ചെയ്യാറുണ്ട്, ചെമ്പ്. സിൽവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെള്ളിയൊക്കെ ഇങ്ങനെ കവർ ചെയ്യാറുണ്ട്. ഓക്കെ, സോ പ്രോസസ് ഈസ് കോൾഡ്, ഒരു മെറ്റലിൻ്റെ പുറത്ത് വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നു, ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഇലക്ട്രോപ്ലേറ്റിംഗ്. This thin coating is helpful improving the appearance of the metal and also in the preventing metallic corrosion. അപ്പോൾ ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? The electroplating helps to prevent the metallic corrosion. Metallic corrosion എന്ന് പറയുന്നത് എന്താണ്? തുരുമ്പിക്കുന്നതല്ലേ? ആ മെറ്റൽ തുരുമ്പിക്കുന്നതൊക്കെ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് വഴി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ മെറ്റാലിക് കൊറോഷൻ ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ത്രൂ ഇലക്ട്രോപ്ലേറ്റിംഗ്. അതുപോലെ തന്നെ എന്താണ്? അതിൻ്റെ കുറച്ച് ഷൈനിങ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ്? അതിൻ്റെ അപ്പിയറൻസ് നല്ലതാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ക്ലിയർ ദ ആർട്ടിക്കിൾ ടു ബി കോട്ടഡ് കണക്ട് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. നമ്മൾ കോട്ട് ചെയ്യേണ്ടത് എവിടെയാണോ എന്ന് വെച്ചാൽ അത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ദ മെറ്റൽ ടു ബി പ്ലേറ്റഡ് ഈസ് കണക്ട് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അപ്പോൾ എന്താണോ നമുക്ക് ഇപ്പം നമ്മൾ ഏത് മെറ്റലാണോ നമുക്ക് കോട്ട് ചെയ്യേണ്ടത്,
ഇപ്പം നമ്മൾ സ്വർണ്ണമാണ്, ഗോൾഡാണ് നമുക്ക് വേറൊരെണ്ണത്തിലോട്ട് കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗോൾഡ് എന്ത് ചെയ്യും, പോസിറ്റീവ് ടെർമിനലോട്ട് കണക്ട് ചെയ്യും. ഇപ്പം നമുക്ക് കോപ്പറിലാണ് ഗോൾഡ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ കോപ്പർ നമ്മൾ പോസിറ്റീവായിട്ടും ഗോൾഡ് നമ്മൾ നെഗറ്റീവായിട്ടും കണക്ട് ചെയ്യുന്നു. മനസ്സിലായോ? അതായത് നമുക്കിപ്പം ഗോൾഡാണ് നമുക്ക് പ്ലേറ്റ് ചെയ്യാനുള്ള മെറ്റലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ 1 ഗ്രാമിൻ്റെ തന്നെ നമുക്ക് എടുക്കാം. ഗോൾഡല്ലേ അവിടെ നമ്മൾ പ്ലേറ്റ്, ഗോൾഡ് വെച്ചിട്ടാണ് നമ്മൾ മറ്റതിനെ പ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗോൾഡ് നമ്മൾ എന്തെങ്കിലും എടുക്കും, പോസിറ്റീവ് ടെർമിനലിൽ എടുക്കും. ഓക്കെ. ആൻഡ് എസ് എ സോൾട്ട് സൊല്യൂഷൻ ടു ബി മെറ്റൽ കോട്ടഡ് ആസ് ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റ് വേണം, അതിൻ്റെ ഏത് സൊല്യൂഷൻ നമ്മൾ എടുക്കും. അതിനകത്ത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് വീൽ ടേക്ക് ആൻ ഒരു സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ സൊല്യൂഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബീക്കറാണിത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കോപ്പറാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ. സോ ഹിയർ വി ടേക്ക് ദ മെറ്റൽ കോപ്പറാണ് നമുക്ക് അയൺ ബാങ്കിളാണ് നമ്മൾ എടുക്കുന്നത്. അയൺ ബാങ്കിൾ എന്ത് കോട്ട് ചെയ്യണം, കോപ്പർ കോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതെടുക്കുന്നു. ഇവിടെ നമ്മളൊരു അയൺ ബാങ്കിളാണ് എടുക്കുന്നത്. ഇതൊരു അയൺ ബാങ്കിളാണ്, ഇത് അയണാണ്. സോ നമുക്ക് കോട്ട് ചെയ്യപ്പെടേണ്ടത് കോപ്പർ. അയണിൻ്റെ പുറത്ത് നമ്മൾ എന്ത് കോട്ട് ചെയ്യാൻ പോവാണ്, കോപ്പർ. ഇരുമ്പിൻ്റെ പുറത്ത് നമ്മൾ ചെമ്പ് കോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കോപ്പർ എന്തായിട്ട് നമ്മൾ കണക്ട് ചെയ്യും, കോപ്പർ ഇവിടെ നമുക്ക് എന്ത് കാണും, ഒരു സ്വിച്ച് കാണും കേട്ടോ. ഇവിടെ ഒരു സ്വിച്ച് കാണും. എന്നിട്ട് നമ്മൾ ഇതിനെ എന്തായിട്ട് കണക്ട് ചെയ്യുന്നു, ഇവിടെ നമ്മൾ പറഞ്ഞു അത് പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, ഇത് എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യുന്നു. സോ നമ്മൾ ഇതെന്തായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ഇവിടെ ബാങ്കിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യുന്നു. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ വരച്ച് ചെറിയൊരിതുണ്ട്. സോ ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു, ഇവിടെ നമ്മൾ അയൺ ബാങ്കിളാണ്, ഇവിടെ നമ്മൾ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കോപ്പർ നമ്മൾ എന്തുമായിട്ടും കണക്ട് ചെയ്യുന്നു. ദ കോപ്പർ ഈസ് കണക്റ്റഡ് ടു ദ positive terminal and iron is connected to the negative terminal. Okay, so here iron bangle, ഇവിടെ iron ആണ് എന്തെന്ന് പറയുന്നത്, കാഥോഡ് എന്ന് പറയുന്നത്. So iron is the cathode here. Iron bangle ആണ് കാഥോഡ് എന്ന് പറയുന്നത്. കോപ്പർ റോഡ് എന്താണ്, ആനോഡ് ആണ്. So here the copper rod is anode, iron is the cathode. കോപ്പർ എന്താണ്, ആനോഡാണ്. അയൺ അല്ലെങ്കിൽ നമ്മൾ ഏത് മെറ്റൽ വെച്ചിട്ടാണോ കോട്ട് ചെയ്യുന്നത് അതാണ് ആനോഡായിട്ട് എടുക്കുന്നത്. ഏത് മെറ്റലിലാണോ കോട്ട് ചെയ്യപ്പെടുന്നത് അത് വി ടേക്ക് ഇറ്റ് ആസ് എ കാഥോഡായിട്ട് നമ്മൾ എടുക്കുന്നു. സോ വിച്ച് മെറ്റൽ ഈസ് കണക്ട് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഏതാണ്, അയൺ ഈസ് കണക്ട് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് കോപ്പർ ഈസ് കണക്ട് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് പിന്നെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്വിച്ച് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ വിച്ച് മെറ്റൽ ഈസ് കണക്ട് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഏതാണ്, കോപ്പറാണ് അവിടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. കോപ്പറാണ് നമ്മൾ കോട്ട് ചെയ്യാൻ പോകുന്നത്. സോ കോപ്പർ ഈസ് കണക്ട് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് ഇവിടെ ഏത് സൊല്യൂഷനാണ് എടുത്തേക്കുന്നത്, വി ടേക്ക് ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. എന്താണ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഓക്കെ. വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ദ കോപ്പർ 2+ അയോൺസ് ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ ഇതിലേക്കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം കോപ്പർ 2+ SO4- ആണ്, SO4 2- ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം ഈ കോപ്പർ 2+ അയോൺസ് എന്ത് ചെയ്യുന്നു, ഈ കോപ്പർ 2+ അയോൺസ് ദേ ആർ അട്രാക്റ്റഡ് ടു ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ ഇത് എങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ ഇവിടെയുള്ള കോപ്പർ 2+ അയോൺസ് എന്ത് ചെയ്യുന്നു, ഈ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. ദ കോപ്പർ 2+ അയോൺസ് ആർ അട്രാക്റ്റഡ് ടു ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. അതായത് അയൺ ബാങ്കിളിലേക്ക് എന്ത് ചെയ്യുന്നു, അത് അട്രാക്ട് ചെയ്യുന്നു. ആൻഡ് അപ്പോൾ ഇതാണ് നമ്മുടെ കാഥോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പം കോപ്പർ 2+ അയോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇറ്റ് ഗോസ് ടു ദ നെഗറ്റീവ് ഇലക്ട്രോഡ്, ദാറ്റ് ഈസ് ദ അയൺ ബാങ്കിളിലേക്ക് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അയൺ ബാങ്കിൾ ഇവിടെ കോപ്പർ 2+ അയോൺസ് അവിടെ കോട്ട് ചെയ്യപ്പെടും അല്ലേ. സോ നമുക്ക് അവിടെ ഇക്വേഷൻസ് എന്ത് എഴുതാം, കോപ്പർ 2+ എന്ത് ചെയ്യുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, കോപ്പർ 2+ അയൺ ബാങ്കിൾ എന്ത് ചെയ്യുന്നു, ഈ കോപ്പർ 2+ അയോൺസിനെ accept ചെയ്യുന്നു. സോ ദിസ് കോപ്പർ 2+ accepted by the iron bangle എന്ത് ചെയ്യുന്നു, അവിടെ നെഗറ്റീവ് ഇലക്ട്രോഡ് പിന്നെ എന്താണ് അതിനെ സ്വീകരിക്കുന്നു ആൻഡ് ഇറ്റ് ബിക്കം ദ കോപ്പർ ആറ്റം.
അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ അയൺ ബാങ്കിൽ ഈ കോപ്പർ ആറ്റം കോട്ട് ചെയ്യപ്പെടും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം ഇവിടെ നിന്നുള്ള കോപ്പർ 2+ അയൺസ് അയൺ ബാങ്കിലേക്ക് പോവുകയും ദിസ് കോപ്പർ ദാറ്റ് ഈസ് കോട്ടഡ് അറ്റ് ദ അയൺ ബാങ്കിൾ. ഓക്കെ, ഈ കോപ്പർ 2+ അയൺസ് ഇങ്ങോട്ട് പോയിട്ട് അത് കോപ്പറായിട്ട് ആറ്റമായിട്ട് മാറി അയൺ ബാങ്കിൾ അത് കോട്ട് ചെയ്യപ്പെടുന്നു. അതായത് അയണിൽ എന്ത് കോട്ട് ചെയ്യപ്പെട്ടു? കോപ്പർ കോട്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, സോ ദിസ് ഈസ് ദ മെത്തേഡ് ദാറ്റ് വി അഡോപ്റ്റഡ് ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോളിസിസ് ഓർ ഇലക്ട്രോപ്ലേറ്റിംഗ്, നോട്ട് ഇലക്ട്രോളിസിസ്, ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഓക്കെ, വാട്ട് ഹാപ്പൻ ടു ദ കോപ്പർ അയോൺസ്? അപ്പം കോപ്പർ അയോൺസിന് എന്താണ് സംഭവിച്ചത്? റിഡക്ഷൻ. സോ എന്ത് ചെയ്യുന്നത്? 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തത് കൊണ്ട് അതിന് റിഡക്ഷൻ സംഭവിക്കുന്നു. ആൻഡ് ഇൻ ദിസ് വേ കോപ്പർ 2+ അയോൺസ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ദ അയൺ ബാങ്കിൽ ആസ് കോപ്പർ ആറ്റം. ഇവിടെ നിന്നുള്ള ആ കോപ്പർ 2 സൊല്യൂഷനിലുള്ള കോപ്പർ 2+ അയോൺസ് എന്ത് ചെയ്യുന്നു? ഇവിടെ ചെന്നിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അയൺ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അവിടെ കോപ്പർ കോട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, so copper undergoes oxidation and the copper plate which is positive electrode. Anode എന്താണ്? ആനോഡിൽ അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഓക്കെ, സോ ഇപ്പം എന്താണ്? ഡ്യൂറിങ് ഇലക്ട്രോപ്ലേറ്റിംഗ് എ സ്യൂട്ടബിൾ സാൾട്ട് സൊല്യൂഷൻ മെറ്റൽ വിച്ച് ഇസ് യൂസ്ഡ് ആസ് ദ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രോലൈറ്റും എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എടുത്ത ഇലക്ട്രോലൈറ്റ്, ഹിയർ വി ടേക്ക് ദ ഇലക്ട്രോലൈറ്റ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് ആണ് ഇവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റായിട്ട് എടുത്തത്. ദെൻ ദർ ഈസ് ഓൾസോ എ ആനോഡ് ആൻഡ് കാഥോഡ് ഓൾസോ. സോ നമ്മൾ സിൽവറിൻ്റെ കേസിലാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് സിൽവർ യു ക്യാൻ സീ ദ ടേബിൾ ഇൻ പേജ് നമ്പർ 60. സോ ഇൻ സിൽവർ, ഇൻ ദ കേസ് ഓഫ് മെറ്റൽ, നമ്മൾ സിൽവർ ആണ് കവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, സോഡിയം സയനൈഡ് ഒക്കെയാണ് എടുക്കുന്നത്. ഇനി ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ സോഡിയം സയനൈഡ്, ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ സൊല്യൂഷൻ ഏതാണോ അതാണ് ഇലക്ട്രോലൈറ്റ്. അവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്ന സോഡിയം സയനൈഡ്, ഗോൾഡ് സയനൈഡ് സൊല്യൂഷൻ, അതിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റ് ആയിരിക്കും എടുക്കുന്നത്. കോപ്പർ ആയതുകൊണ്ട് കോപ്പർ സൾഫേറ്റ്, ഗോൾഡ് ആകുമ്പോൾ ഗോൾഡ് സയനൈഡ്, അങ്ങനെ. Okay, so this is the last section of the chapter. Today we are learn about electroplating and the electrolysis of sodium chloride solution. Hope you have understood these concepts. Okay, if you have any doubt, call me. Now we can wind up. Thank you. Assalamu Alaikum.